ഈ തിയറി ആരാണ് പറഞ്ഞത്? പറയുന്നവരുടെ മൈൻഡ് സെറ്റ് എന്താണ്? അവരുടെ മോട്ടീവ് എന്താണ് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കണം. ഇത് കോളനിവൽക്കരണത്തിൻ്റെ ഭാഗത്ത് ആണ് ഉണ്ടായത്. മാക്സ് മുള്ളറിനെ പോലുള്ളവരാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആ സമയത്ത് ഇവരുടെ ആവശ്യം എന്തായിരുന്നു, ഇങ്ങനൊരു തിയറി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ളതും കൂടി നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ ഇവർ ഭരിച്ചിരുന്ന പല കോളനികളുടെയും ഔട്ട്പുട്ട്, റിസൾട്ട് ഭാവിയിൽ എന്തായാണ് മാറിയതെന്നുള്ളതും ഇവരുടെ ഒരു രീതികൾ എന്താണെന്നുള്ളതും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇതിനെ നോക്കിയാൽ കൃത്യമായിട്ട് ഏകദേശം മനസ്സിലാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൻ്റെ ക്വാളിറ്റി, അവരുടെ മോട്ടീവ് ഒക്കെ എന്തോ ആണ് എന്നുള്ളത് നമുക്ക് ചുമ്മാ അതൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ വിഷയത്തെക്കുറിച്ച് സ്വതന്ത്ര ചിന്തയോടുകൂടി പഠിക്കുന്ന പലരും പറയുന്നത് ആ കാലഘട്ടത്തിലുണ്ടായ പല കാര്യങ്ങളും ഒരു സ്ഥാപിത താല്പര്യത്തോടു കൂടിയായിരിക്കും ഇവർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ സബ്ജക്റ്റുകളെയും ഒരു ബൈബിളിക്കൽ ബേസിലേക്ക് കൊണ്ടുവന്ന് കെട്ടാനുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. ബൈബിളിന് ഒരു യൂണിവേഴ്സൽ അപ്പീൽ കൊണ്ടുവരാനുള്ള ഒരു ഹിഡൻ അജണ്ട ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തിലുണ്ടായിട്ടുള്ള സർവ്വ മനുഷ്യരാശിയും അവരുടെ സർവ്വതും അവരുടെ പൂർവികരും എല്ലാം ബൈബിളുമായിട്ട് കണക്റ്റ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമം ആ കാലഘട്ടത്തിൽ നമ്മൾ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് നോവയുടെ 3 മക്കളിൽ ഒരാളുടെ പരമ്പരയാണ് ഈ പറയുന്ന ഇന്ത്യൻസ്, ഇന്ന് പറയുന്ന ഇന്ത്യൻസ് എന്ന് പലയിടത്തും പറയുന്നുണ്ട്. അപ്പം ബൈബിളിൽ പറയുന്ന ഈ നോവയുടെ കാലഘട്ടം എന്ന് പറയുന്നത് BC ഒരു 2000 അല്ലെ BC 3000 ഒക്കെ വരും. ആ ഒരു കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നോവയുടെ ചരിത്രവുമായിട്ട് പറയുന്ന കാര്യങ്ങളുമായിട്ട് കൂട്ടി ഇണക്കിക്കൊണ്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു BC 2900 അല്ലെ 3000 കാലഘട്ടത്തിന് മുമ്പുള്ള ഒരു കാര്യങ്ങളും ഇൻ്റർനെറ്റിൽ നോർമലായിട്ട് ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വലിയ പാടാം. പക്ഷേ റിസർച്ച് സ്കോളേഴ്സിൻ്റെ പേപ്പറുകൾ എടുത്താൽ മാത്രമാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാനും പറ്റും. പ്രത്യേകിച്ച് ഇപ്പം റാക്കിഗിരി പോലുള്ള സ്ഥലങ്ങൾ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്, റാക്കിഗിരി പോലുള്ള സ്ഥലങ്ങൾ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ലേഡിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട DNA പരിശോധനയിൽ ഒരിക്കലും ഈ ആര്യൻ ഇൻവേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു കാലഘട്ടത്തിന് മുകളിൽ, അതായത് BC 3000 മുകളിൽ സമയം, അതിന് പഴക്കമുള്ള ഒരു സിവിലൈസേഷൻ ആയിരുന്നു അത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഈസ്റ്റേൺ ടർക്കി അല്ലെങ്കിൽ ഇറാൻ, ഈ സെൻട്രൽ ഏഷ്യ, ആ ഏരിയയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ട് അവിടുന്ന് വന്നവരെല്ലാം വളരെ ഉത്തമന്മാരാണെന്നും വളരെ സിവിലൈസ്ഡ് ആണെന്നും വളരെ കഴിവുള്ളവരാണെന്നും അവർ വന്നാണ് ബാക്കിയുള്ള നാടുകളിലെല്ലാം സിവിലൈസ്ഡ് ആക്കിയത് എന്നുള്ളൊരു ബേസിക് ത്രെഡാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ ബൈബിളിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കൊളോണിയലിസവും അതേപോലെ തന്നെ ഈ ആര്യൻ ഇൻവേഷൻ തിയറിയുടെ ഒരു പിൻബലവും അതുപോലെ തന്നെ ഈ ആര്യൻ സുപ്പീരിയർ റേസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ലോകം മുഴുവനും സിവിലൈസ് ചെയ്യാൻ കഴിവുള്ള അത്രയും സിവിലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ യൂറോപ്യൻസ് ആണ് അല്ലെങ്കിൽ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനും ഈ കൊളോണിയൽ പ്ലേസിലുള്ള ആൾക്കാർ ബാർബേറിയൻ സ്റ്റേറ്റിൽ നിന്നും, അവരുടെ ഒരു ബാർബേറിയൻ ലെവലിൽ നിന്നും നല്ല രീതിയിലേക്ക് ഉയർന്നു വന്നതിന് കാരണം ഞങ്ങളാണ് എന്ന് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തിയറികളൊക്കെ എന്നുമാണ് പണ്ഡിതന്മാരുടെ ഇപ്പോഴത്തെ അഭിപ്രായവും. എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ്. അതിന് കാരണമുണ്ട്. ഇന്നും ഇംഗ്ലീഷ് സംസ്കാരത്തോടും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തോടും പൊളിച്ചെഴുതേണ്ട വിദ്യാഭ്യാസ രീതികളോടുമൊക്കെ ഒരു വിധേയത്വം നമുക്കുണ്ട്. നമുക്ക് ഇപ്പോഴും അവരാണ് എല്ലാം മാറ്റിത്തന്നത് എല്ലാം ചേഞ്ച് ചെയ്തതെന്നുള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഒരു ലോയലിറ്റിയും ഒക്കെ ഉണ്ട്. കാരണം കോളനിവൽക്കരിക്കപ്പെടാത്ത സ്ഥലങ്ങളും ഇന്ന് കാലം മാറുന്നതിനനുസരിച്ച് ടെക്നോളജിക്കലി ഹൈ ആവുകയും വളരെ വലുതാവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവർ വന്നതുകൊണ്ടൊന്നുമല്ല ആക്ച്വലി എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇന്നും ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ബ്രിട്ടീഷ് കെട്ടിടങ്ങൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുക, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്കിങ്ങനെ വീണ്ടും വീണ്ടും പുകഴ്ത്താനുള്ള ഒരു ടെൻഡൻസി, വാസ്തവത്തിൽ പ്രൈമറി ആയിട്ട് അവരുടെ ബ്രിട്ടീഷ് എക്കണോമിയെ ദൃഢപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു കൊളോണിയൽ അജണ്ടയെ മറന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിധേയത്വമുള്ളത്. അത് ഇന്നും ഉണ്ട്.